ഹായ് ഗൈസ്, ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാൻ ജസ്റ്റ് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ആദിത്യ ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട് ആദിമ. ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേസിലേക്ക് ഞാനൊരു ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. ജന്മാഷ്ടമി അല്ലേ വരുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു ഒരു കൃഷ്ണൻ്റെ ഒരു ഫേസ് പെയിൻറ്റിങ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. കോളേജിൽ എനിക്കിങ്ങനെ ഫേസ് പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് എനിക്ക് എന്തൊക്കെയോ അറിയാം. അവളോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചതേ ഇല്ലു നമുക്കൊരു ഫേസ് പെയിൻറ്റിങ് ചെയ്താലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. അവളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. നീ എൻ്റെ മുഖത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുന്ന് തന്നു. അവൾക്ക് ഇതുപോലെ ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണ്. ആ എക്സൈറ്റ്മെൻറ്റാണ് ഇവളെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. പെയിൻറ്റിങ് ചെയ്യുന്നത് അത്ര വലിയ എളുപ്പമൊന്നും അല്ല, പക്ഷേ ഞാനിങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ തെറ്റും കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു റെഡ് കളർ ലിപ്പിന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അവളാണെങ്കിൽ എന്തായി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ. സൺഡേ ആണ്, പിന്നെ അതുപോലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയും പുറത്തൊന്നും പോയില്ല. അപ്പോൾ റൂമിൽ തന്നെ ആകുമ്പോൾ നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിന്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചിത്രം വരക്കാമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയത്. പണ്ട് ഞാൻ ചെറുതുണ്ടാകുമ്പോൾ ഒക്കെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ജന്മാഷ്ടമിയിൽ ഘോഷയാത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി കാണുമ്പോൾ ഒരുക്കി കൊടുക്കാനൊക്കെ തോന്നാറുണ്ട്. ആ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്ത് ഇത് ചെയ്തു. ഈ ഒരു മേക്കപ്പ് ചെയ്തത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് മേക്കപ്സും പിന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ കുറേ വരക്കാറുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫേസ് പെയിൻറ്റിങ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചിട്ട് അമ്പലത്തിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് പരപ്പയുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ മയിൽപ്പീൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഷോളും കൂടി വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഷോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ ചേച്ചി വന്നിട്ട് ചേച്ചി തന്നെ നമുക്ക് കെട്ടിത്തരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. കെട്ടി വെക്കും ബാക്കില്. മുടി കെട്ടി എന്നിട്ട് ഇതാ കെട്ടി കഴിഞ്ഞിട്ട് അയച്ചാ മതി. അതായിരിക്കും ഇരിക്കാത്ത. ഇതെടുത്ത് സാധനോട്ട് വെക്കും. പക്ഷെ അത് പൊങ്ങി മിക്കുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമോ? അതിൽ ശരിക്കും ഇറക്കിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഹോസ്റ്റലിലത്തെ എല്ലാവരുടെ റിയാക്ഷൻ കാണാം. എല്ലാവർക്കും ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ടുണ്ട്. കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.